മിസ്റ്റർ അർജുൻകുട്ടി? യെസ്, അതെ. ആരാ മനസ്സിലായില്ല? എൻ്റെ പേര് രംഗനാഥൻ. ഞാനൊരു ചെറിയ സയൻറ്റിസ്റ്റാണ്. ആ, ഓക്കെ ഓക്കെ. അല്ല, എന്നെ എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. ബൈ ദ ബൈ, എനിക്ക് നിങ്ങളൊരു സഹായം. അയ്യോ, എൻ്റെയോ? എനിക്ക് ഈ ശാസ്ത്രത്തെക്കുറിച്ചും വലിയ പിടിയില്ല. ആകെ അറിയാവുന്നത് കുറച്ച് പക്ഷിശാസ്ത്ര. അതിനാണിപ്പോൾ ഡിമാൻഡും ഇല്ല. ഹേ മിസ്റ്റർ, എനിക്ക് അങ്ങനത്തെ സഹായമല്ല വേണ്ടത്. എനിക്കൊരാളെ കണ്ടുപിടിക്കണം, ഒടുവിൽ താമസിക്കുന്ന ഒരാൾ. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞാൻ വിചാരിച്ച? അല്ല, ആരെ കണ്ടുപിടിക്കണ്ടേ? ദാ ഇയാളെ. ഒന്നുമില്ല, എന്റെ ഡ്രസ്സ് കാണാല, അതുകൊണ്ട് ഇവിടെ വന്നൊന്ന് തെരഞ്ഞതാ. നിന്റെ ഡ്രസ് ഇതിലൊന്നുമില്ല, ഇതിൽ എന്റെ മാത്രം ഡ്രസ് ഉള്ളൂ. നീ അപ്പുറത്തെ അലമാരയിൽ നോക്ക്. അപ്പുറത്തെ നോക്കി, പക്ഷെ അവിടെ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് നോക്കട്ടെ, ചിലപ്പോ അമ്മ അലക്കിയിട്ട് അറിയാതെ ഇതിൽ വെച്ചിട്ടുണ്ടോ. ഇതിലില്ല. ഞാൻ രാവിലെ ഡ്രസ്സെല്ലാം അടുക്കി വെച്ചതാ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ടേനെ. ഓ, എന്നാ ശരി, ഞാൻ പോയേക്കാം. ചേച്ചി, എന്തോ കൊറിയർ വന്നിട്ടുണ്ട്, ചേച്ചിനെ വിളിക്കാൻ പറഞ്ഞു. കൊറിയറോ? അതെ. എന്താന്ന് പറഞ്ഞോ? എന്താന്നറിയില്ല, എന്തോ വലിയൊരു പെട്ടിയാ. വലിയ പെട്ടിയോ? അതിപ്പോ എന്താ? വേഗം പോയി ചെടിന്ന് തപ്പിക്കോ. ഞാൻ ചേച്ചിനെ മാറ്റിയതാ മണപ്പുറം. ആണോ? ഓക്കെ. ചേച്ചി അകത്ത് കയറാതെ എങ്ങനെയെങ്കിലും നോക്കില്ല. എവിടെയാ കൊറിയർ? അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു സ്കൂട്ടറില്. ഏത് സ്കൂട്ടർ? എന്ത് സ്കൂട്ടർ? എന്നിട്ട് എവിടെ സ്കൂട്ടർ? എന്നോട് മേഘന സീക്കോനെ വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു. എന്നിട്ട് എവിടെ? പറഞ്ഞാളവിടെ. ചിലപ്പം അപ്പുറത്ത് വല്ല ഡെലിവറിയും കാണും, അത് കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നോളൂ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, അകത്ത് കയറണ്ട. അയ്യോ, നീ അകത്ത് അലമാര. ഈശ്വര പണിപാടോ. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അവര് ഇപ്പൊ വന്നാലോ? ചിലപ്പോ ആളെ കാണാതെ കുറേ തിരിച്ചു പോകട്ടോ. എന്താ ചേച്ചി ഓടി വന്നത്? നീ എന്റെ പെൻസിൽ എന്തെങ്കിലും അടിച്ചു മാറ്റണ്ടോന്ന് വിചാരിച്ചു, അതാ. ഓഹോ, കാണല്ലേ, എനിക്ക് തോന്നിയത്. റെസ്റ്റ് എടുക്കാൻ ചേച്ചി, റെസ്റ്റ് എടുക്ക.
മനുഷ്യ അറ്റാക്കൊന്ന് ചത്തുപോയല്ലോ. ആര് മാമനോ? മാമൻ പട്ടാളത്തിൽ ബോംബ് വീണിട്ട് പോലും പേടിക്കാത്ത ആളാന്നല്ല എന്ന് പറഞ്ഞു. അതുപോലെയാണോ ഇത്? പട്ടാളത്തിൽ ഇപ്പൊ വെടികെട്ടും ഇപ്പൊ ബോംബ് പൊട്ടുന്ന പ്രതീക്ഷയല്ലേ ഇരിക്കണത്? ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. മാമനൊരു പേടിത്തൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തേ ഉണ്ണിമോള്? അമ്മ പപ്പയുടെ ഓഫീസ് വരെ പോയതാ, ഇപ്പൊ വരും. ഇവിടെ 2-3 ദിവസം മുമ്പ് പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നോ? എന്ത് നടന്നു? അല്ല, എന്തെങ്കിലും പ്രത്യേകതരം ശബ്ദോ വിളിച്ചോ അങ്ങനെ എന്തെങ്കിലും? കൃത്യമായിട്ട് പറഞ്ഞ ആ പാടത്തിന്റെ ഭാഗത്തുനിന്ന്. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്താ അമ്മ? അപ്പൊ ഇവരാരും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവര് കാണാതെയായിരിക്കും എലിനകത്ത് കയറിയത്. മാമോയ്, എന്താ ചോദിക്കാൻ കാര്യം? ഒന്നുമില്ല. അല്ല, ഇപ്പൊ ഈ കുറുവാസംഗൊക്കെ ഇറങ്ങിയ ടൈമാണല്ലോ. അപ്പൊ അവര് വീടിനകത്ത് കയറി 2-3 ദിവസം ഒളിച്ചിരുന്നിട്ട് ടൈം എടുത്തിട്ടാണ് മോഷണം നടത്തുന്നത്. അയ്യോ മാമ, ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എന്തോ ഒന്ന് ഓടിപ്പോണ ശബ്ദം കേട്ടായിരുന്നു. എന്നാ അത്? എത്ര ദിവസമായി? എന്നാന്ന് ചോദിച്ചാ, ചേച്ചി അന്ന് രാത്രി ഒരു ദിവസം ആകാശത്ത് ജൂപ്പിറ്ററിനെ കണ്ടില്ലേ? അന്ന്. ആ, അന്നോ? അത് മിനിഞ്ഞാന്നല്ലേ? മിനിഞ്ഞാന്ന്. അല്ല, എന്താ ഈ ജൂപ്പിറ്റർ? അതൊരു പ്ലാനറ്റാ, പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ നോക്കിയപ്പം ആകാശത്ത് കൂടെ പ്രകാശം പോലെ പോണതാ കണ്ടത്. പ്രകാശം, ജൂപ്പിറ്റർ, സമയവും തീയതിയും വെച്ച് നോക്കിയ ഇതത് തന്നെ. ഏലിയന്റെ പേടകം. അപ്പോ ആ ഏലിയൻ ഈ പരിസരത്ത് എവിടെയോ. എന്താ മാമ ആലോചിക്കണേ? നിങ്ങൾ നോക്കുമ്പോ ആ കുറുവാ സംഘം ഈ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ടോന്ന് ഒരു സംശയം. അതിന് ചാൻസ് ഇല്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്നതാ. അവര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. ഒളിച്ചിരുന്ന ഒരീച്ച പോലും അറിയില്ല. മാമനൊന്ന് നോക്കാമോ? മാമനാകുമ്പം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. യെസ്, ഞാനത് പറയാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്ക് നിൽക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു. ഞാനൊന്ന് വിശദമായിട്ട് ഇവിടേക്കൊന്ന് നോക്കട്ടെ. നോക്ക് നോക്ക്. അയ്യോ, ഞാനുണ്ട്. അതല്ലേ ഈ ഏജൻസിറ്റിയിലെ ആൾക്കാരല്ല. ഏലിയൻസോ? ഏലിയൻസോ? ഏലിയൻസ് അല്ല, ആലിയൻസ്. കുറുവാ സംഘാലിയൻസ്, അതാണ് അവരൊരു കോഡ് നെയിം. അതാ അവർ അഭ്യാസികളാ. അവർ ചുരുണ്ട് പറഞ്ഞിരിക്കും. അതല്ലേ അവരെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടാത്തത്. എന്നാ പെട്ടെന്ന് നോക്കിക്കോ മാമ. യെസ്. വെറുതെ പേടിപ്പിച്ചു. ഇവിടെ കുറുവാ സംഘം പോയിട്ട് ഒരു കുറുവടി പോലും ഇല്ല. അവരിവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. അതിനെന്തിനാ നിരാശ? ഇല്ലാത്തതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? അതെ, സന്തോഷാണ്. പക്ഷേ അവരുടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഞാൻ ശരിയാക്കിയനെ. മിക്കവാറും. ഈ റൂമിൽ നോക്കിയില്ലല്ലോ. അവിടെ എവിടെ വിളിക്കാനാ? ഞങ്ങൾ എപ്പോഴും കാണുന്ന റൂമല്ലേ. അതെ അതെ, മാത്രല്ല അവിടെ ഒന്നും ഒളിക്കാനൊരു ഗ്യാപ്പ് പോലുമില്ല. നിന്റെ റൂമിലോ? എന്റെ റൂം ഞാൻ എപ്പോഴും അടുക്കി പെറുക്കി വെക്കണതാ. നോ ചാൻസ്. സംശയം ഉണ്ടെങ്കിൽ മാമ കയറി നോക്കി നോക്ക്. ഓ, ഞാൻ ക്ഷീണിച്ചു. ഞാനൊന്ന് മയങ്ങട്ടെ. അല്ല, മാമനൊന്നും തിരിച്ചു പോകുന്നില്ലേ?
ഇല്ല, ഇന്നിവിടെ കൂടാൻ തന്നെ വിചാരിച്ചു. എന്ന് ഞാൻ ഹോംവർക്ക് എഴുതാൻ പോവാ. തോട്ടം വരെ മാത്സും ഹിന്ദിയും 2 ഹോംവർക്ക് ഉണ്ട്. ഇത് രണ്ടും പെട്ടെന്നൊന്ന് ചെയ്യോ പ്ലീസ്? ഓ, ഞാനവിടെ ഉണ്ടായിട്ടാണോ? ശരി, ഞാൻ ബാത്റൂമിൽ പോവാം. പെട്ടെന്ന് ചെയ്ത് തീർക്കണേ. ദിയ, ഒന്ന് വാലോർക്ക്, എനിക്ക് ബാത്റൂമിൽ പോണം. ഞാൻ ബാത്റൂമിലാ. ഇത് ലോക്കാണോ? മുള്ളാരും സമ്മതിക്കില്ല. തൽക്കാലം പറമ്പിലുമുള്ള ഹലോ, ഞാൻ അയച്ച വീഡിയോ ഉണ്ടായിരുന്നോ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്നാ ഞാനത് സാറിൻ്റെ അടുത്ത് എത്തിക്കാം. ആ ശരി. അല്ല, എൻ്റെ കാശിൻ്റെ കാര്യം. ഹലോ, കട്ടാക്കി. എവിടെ പോയി? തന്നെത്താൻ ഇറങ്ങിപ്പോയോ? എന്നിട്ട് ചേട്ടനൊന്നും പറയാതെ പോയി എന്നാണോ പറയുന്നത്? ആ, ഇന്ന് പോണില്ല എന്ന് നിക്കിനോട് പറയണ കേട്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോ ആളെ കാണാനില്ല. ഒന്നും മിസ്സിംഗ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല, കുട്ടിച്ചേട്ടൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ലേ. മോളെ, ദേവ ചേച്ചി ടെഡീനാണെന്ന് തോന്നുന്നു. കിടന്ന് തെരച്ചില്ല റൂം മുഴുവൻ. ആണോ? എന്നോട് എൻ്റെ അലമാര തപ്പാൻ ചാൻസ് ഉണ്ട്. തപ്പി ആ ടെഡീനെ കിട്ടും. നോ നോ നോ, കിട്ടാൻ പാടില്ല. എൻ്റെ ഹോംവർക്ക്. എന്നാ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ടെഡി കൈ വിട്ടു പോകും. അതുറപ്പാ. എന്താ ഒരു വഴി? യെസ്, ഒരു ഐഡിയ ഉണ്ട്. ഒരേ ഒരു ഐഡിയ. എന്താ? നിക്കിക്ക് ഓർമ്മ ഉണ്ടോ? ഈ ടെഡിന്ന് എനിക്ക് കിട്ടിയത് ഒരു ബർത്ത്ഡേക്കാ. അതെ, അത് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ ഇതേപോലുള്ള ഒരു ടെഡി വേറെ ഒരാള് ഗിഫ്റ്റ് തന്നിരുന്നു. കുഞ്ഞൻ ചേച്ചിയാണെന്ന് തോന്നുന്നു. എന്തായാലും അതെടുക്കാതെ സ്റ്റുഡിയോ റൂമിൽ വെച്ചിട്ടുണ്ട്. ഓക്കേ, മനസ്സിലായി. ആ ടെഡീനെ എടുത്ത് ചേച്ചിക്ക് കൊടുക്കാം അല്ലേ? യെസ്, തൽക്കാലം ചേച്ചിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അത് മതി. എന്നാ വെച്ച് താമസിപ്പിക്കണ്ട, വേഗം തന്നെ അതെടുത്ത്
ചേച്ചി കാണുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഒളിപ്പിച്ച് ഒറിജിനൽ ചെടിയെ സേഫ് ആക്കിക്കോ. ഓക്കെ. എന്റെ ബുദ്ധിയ വാരം തന്നെ. അയ്യോ കുറുവാസംഘം. ഞാൻ നിന്നെ കാണാൻ വേണ്ടി അവിടെ വന്നായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചേച്ചി ഒരു മൂഡ് ഓഫ് പോലെ? ഓ, എന്ത് മൂഡ് ഓഫ്? ഒന്നുമില്ല. എന്തെങ്കിലും മിസ്സായോ? അല്ല, മുഖം കണ്ടപ്പോ തോന്നി, അതാ ചോദിച്ചേ. മുഖം നോക്കി ലക്ഷണം പറയാൻ നീ ആരാ? കാക്കാലത്തിയോ? വെറുതെ ചോദിച്ചതാണേ. എന്താ എനിക്ക് എന്താ പറയണേ? ഒന്നുമില്ല, ഞങ്ങൾ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നു. ഓ, മോള് ബാത്റൂമിലായിരുന്നല്ലേ? എന്താ പിള്ളേരെ കഴിക്കാനായില്ലേ? വിശക്കുന്നില്ലേ? വിശക്കുന്നില്ലേന്നോ? എന്തൊരു ചോദ്യം അത്. നിന്നോടല്ല, നിനക്ക് വിശക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാ ചോദിക്കാതെ എടുത്ത് വന്നൂടെ കൊണ്ട്. ഞാനെന്നാ ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ട് വരാം. അമ്മ പത്തേനും വിളമ്പി വെച്ചോ. എന്റെ പൊന്നു നിക്കി, നീ ഒന്ന് അടങ്ങ്. അമ്മ, ദിയ ഒന്നിങ്ങ് വന്നേ. എന്താ ആരെ പണി കാണിച്ചേ? ദിയ, നീ അല്ലേ? ഞാനല്ല, ഞാനിങ്ങോട്ട് വന്നിട്ട് തന്നെയല്ല. തേങ്ങ പിന്നെ തന്നെ ചടി തിരിക്കൂലേ? അവളല്ലാന്ന് പറഞ്ഞില്ലേ? നീ അതങ്ങ് എടുത്തു വെച്ചേക്ക്. പ്രശ്നം തീർന്നല്ലോ. ഞാൻ പോയി ഫുഡ് എടുത്തു വെക്കാം. നീയാണെന്ന് എനിക്കറിയാം. നീ എന്തിനാ ഇവിടെ നോക്കണേന്ന് എനിക്കറിയാം. ഞാൻ ആ ചേച്ചിന്റെ ഷെൽഫിൽ വെച്ച പുതിയ ചെടി കാണാനില്ല. ആരും മോഷ്ടിച്ചു. മോഷ്ടിക്കേ? ഈ വീട്ടിൽ ആര് മോഷ്ടിക്കാം? അറിയില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നിക്കി, എന്താ ഈ ചെടീനെയും കാണാനില്ല. എന്നാലും അതാരായിരിക്കും? എന്തായാലും വരല് പണി ഒന്നുമില്ല, എന്റെ ഡ്രസ്സ് കാണാനില്ല. അതുകൊണ്ട് ഇവിടെ വന്നപ്പോ തന്നെയതാ. എന്തോ കൊറിയർ വന്നിട്ടുണ്ട്. ചേച്ചിനെ വിളിക്കാൻ പറഞ്ഞു. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അകത്ത് കയറാം. ഇത് മാമനല്ല, അവള് തന്നെ, ദിയ.